അല്ലെങ്കിൽ ചത്തുപോകുമെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് നമുക്കറിയില്ല, ശരിയറിയാം. കാര്യം എന്ന് പറഞ്ഞാൽ അത് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ്. ഇന്ന് എല്ലാവർക്കും രോഗങ്ങളില്ലേ, അതുകൊണ്ട് പഴുക്കാതെ ഇരിക്കാനാണ് നമ്മൾ DT എടുക്കാൻ ഓടുന്നത്. പിന്നെ അന്നത്തെ കാലത്ത് ഇതൊന്നുമല്ല. അന്ന് നമുക്കൊന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ കാലിൻ്റെ പച്ചിലയെടുത്ത് പിടിപ്പിച്ച് വെച്ച് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതിനൊരു പ്രധാനപ്പെട്ട പച്ചിലയാണ് എന്ന് പറയാൻ പോകുന്നത് മുറിവുകൾ ഉണക്കാൻ. വെട്ടുകായം, മുറിവ്, ഇതൊക്കെ ഉണക്കാൻ ഏറ്റവും ബെസ്റ്റ് പച്ചിലയാണ് ഈ പറഞ്ഞ കണക്കിന്. പല പല പച്ചിലയുണ്ട്. മുറിവ് പച്ചിലയുണ്ട്, വേറെ അതിന് മുറിവ് പച്ചിലയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ചുമന്നിട്ട് വീട് മുറ്റത്തൊക്കെ ഒരുമാതിരി ഇങ്ങനെ നിൽക്കും, ഒരു ചെറിയ ചുവപ്പ് കളറുണ്ടാവും. അത് മുറിവ് പച്ചിലയാണ്. അതെടുത്ത് പിന്നെ വെച്ച് കഴിഞ്ഞാലും നമ്മളെ മുറിവ് അപ്പോഴും തന്നെ ഉണങ്ങും, നല്ല രീതിയിൽ ഉണങ്ങും. കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പഴുക്കില്ല. ഇന്ന് പഴുക്കണമെന്ന് പറഞ്ഞാൽ ഇന്ന് ഷുഗറും ഇങ്ങനെ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നുള്ളവർക്ക് അതുപോലെ പച്ചിലയൊന്നും ഉപയോഗിക്കാൻ നിൽക്കേണ്ട. രണ്ടാമത് പിന്നെ ആശുപത്രി പോകണതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് അന്നത്തെ രീതി വേറെ, ഇന്നത്തെ രീതി വേറെ. അതുകൊണ്ട് പച്ചില മരുന്നുകളൊക്കെ പിന്നെ സൂക്ഷിച്ചേ ഉപയോഗിക്കാവൂ. ഞാൻ പറയാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ എന്താ പറയണ്ടേ, പൊറുക്കാതെ വരണമുണ്ട്. നമ്മൾ എത്ര ചികിത്സിച്ചാലും പൊറുക്കില്ല. ഒരുപാട് കാലം കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് പുണ്ണു വെച്ച് നടക്കുന്നവരുണ്ട്. കാര്യം അവർ എണ്ണും ഡ്രസ്സ് ചെയ്യും, പിന്നെ കെട്ടും, അവരെല്ലാം ചെയ്യും. പക്ഷെ എന്നാലും ഈ അസുഖം പൊറുക്കാൻ ഇത്തിരി പാടാണ്. അങ്ങനെ ഉള്ളവർക്ക്